എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 +2 പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെയുള്ള പരീക്ഷ അതായത് +1ൻ്റെ പരീക്ഷയാണ്. +1ൽ സേവർ ഇംപ്രൂവ്മെൻറ്റ് അതല്ലെങ്കിൽ റെഗുലറായിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് +2 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കുള്ള പരീക്ഷ എന്ന് പറയുന്നത് നാളെ ആണ്. അപ്പോൾ നാളെ 15/3/2025 അതായത് മാർച്ച് 15-ാം തീയതി ശനിയാഴ്ചയുള്ള പരീക്ഷ എന്ന് പറയുന്നത് കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ആൻഡ് ബിസിനസ് സ്റ്റഡീസ് അതുപോലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നിവയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് ടെൻഷനൊന്നും കൂടാതെ തന്നെ പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു കെമിസ്ട്രി പരീക്ഷ ആർക്കൊക്കെ എഴുതാൻ സാധിക്കുമെന്നുള്ളത് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ നിലവിൽ ആദ്യമായിട്ട് +2 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ +1 വിദ്യാർത്ഥികൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ +1 വിഭാഗത്തിൽ അതായത് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷ നൽകിയിട്ട് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അതുപോലെ തന്നെ +1 കെമിസ്ട്രി സബ്ജക്റ്റ് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളുണ്ടാവും. അതുപോലെ തന്നെ +2ൻ്റെ കെമിസ്ട്രി സബ്ജക്റ്റ് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ +1 അതായത് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൻ്റെ ആ ഒരു +2 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത +2 കെമിസ്ട്രി പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളുടേത് +1ൻ്റെ കെമിസ്ട്രിക്ക് കൂടി രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാകും. അത് നിങ്ങൾ ഹോൾ ടിക്കറ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. +1ൻ്റേത് കെമിസ്ട്രി എക്സാമിൻ്റെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു കെമിസ്ട്രി പരീക്ഷ എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് നാളത്തെ ഈ ഒരു അതായത് കെമിസ്ട്രി പരീക്ഷയിൽ എത്ര മാർക്ക് നിങ്ങൾ നേടിയാലാണ് ജയിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഡബിൾ പാസ് മാർക്ക് ആയിട്ടുള്ള 36 മാർക്ക് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അത് കൂടുതൽ പ്രയോജനപ്രദം ആകും. അപ്പോൾ കാരണം നിങ്ങൾക്ക് മാർക്ക് പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ കൂട്ടുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഈ ഒരു 36 എന്ന് പറയുന്നത് നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ വാങ്ങിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ കൂടുതൽ എത്ര മാർക്ക് ആയിരുന്നാലും അത് പ്രത്യേകിച്ച് ഒരു പ്രോബ്ലം അല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ നാളത്തെ മറ്റ് സബ്ജക്റ്റുകളുണ്ട്. അതായത് കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, അതുപോലെ ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നിവയുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൂടി നമുക്ക് നോക്കാം. ഈ ഒരു പരീക്ഷകളിൽ ജയിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് അതായത് 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് 18 മാർക്ക് വെച്ചിട്ട് ഓരോ വർഷവും നേടിയാൽ ജയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോട്ടലായിട്ട് 36 മാർക്ക് വാങ്ങിച്ചാൽ മതിയാകും. ഇനി നിങ്ങൾ ഈ ഒരു ആദ്യമായിട്ട് +2 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ മിനിമം ഒരു 36 മാർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിലവിൽ ആദ്യമായിട്ട് നിങ്ങൾ +2 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഈ ഒരു 36-ൽ നിന്നും നിങ്ങൾക്ക് +1-ന് TE മാർക്കിനത്തിൽ TE എന്ന് പറയുമ്പോൾ എഴുത്ത് പരീക്ഷയാണ്. CE കൂട്ടില്ല. അപ്പോൾ CE കൂട്ടില്ല. നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടോ എന്നുള്ളത് കൂടി ഉണ്ടെങ്കിൽ ഗ്രേസ് മാർക്ക് കൂട്ടാം. എന്നാൽ TE മാർക്ക് കൂട്ടില്ല. അതായത് TE മാർക്ക് കൂട്ടില്ല എന്നല്ല, CE മാർക്ക് കൂട്ടില്ല. അതായത് TE മാർക്ക് അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക്. അപ്പോൾ ഈ ഒരു 2 മാർക്കുകൾ മാത്രമേ ജയിക്കാനായിട്ട് കൂട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് +1-ൽ ഈ ഒരു TE അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ അത് ഈ ഒരു 36 മാർക്കിൽ നിന്ന് കുറക്കുക. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയിൽ കിട്ടിയ മാർക്ക് പരീക്ഷയ്ക്ക് മാത്രമേ മാർക്കുള്ളൂ എങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 18 മാർക്കാണ് നിങ്ങൾക്ക് +1-ന് കിട്ടിയതെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ 36-ന് 18 കുറച്ചാൽ നിങ്ങൾക്ക് 18 മാർക്ക് +2 പരീക്ഷയ്ക്ക് വാങ്ങിച്ചാൽ നിങ്ങൾ ജയിക്കുന്നതാണ്. അതായത് +1 പരീക്ഷയ്ക്ക് വാങ്ങിച്ചാൽ ജയിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു +2ൻ്റെ പരീക്ഷ കെമിസ്ട്രി പരീക്ഷ ടഫായിരുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എത്ര മാർക്കിൻ്റെ കുറവുണ്ടാവാൻ സാധ്യതയുണ്ട് അത്രത്തോളം മാർക്കും അതിനോടൊപ്പം തന്നെ 18 മാർക്കും ടോട്ടൽ കൂട്ടിയിട്ട് എത്ര മാർക്ക് കിട്ടുന്നവോ ആ ഒരു മാർക്കാണ് നിങ്ങൾ ഈ ഒരു +1ൻ്റെ പരീക്ഷയ്ക്ക് വാങ്ങിക്കേണ്ടത്. നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ മാക്സിമം 36 മാർക്ക് വാങ്ങിക്കുക. ഇനി ഈ ഒരു 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് ഒരു വർഷം 24 അടുത്ത വർഷം 24 വെച്ച് മാർക്ക് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ജയിക്കാം. ഇനി അതേസമയം ഇങ്ങനെ മാർക്ക് നേടാൻ പറ്റാതിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അതായത് ടോട്ടലായിട്ട് 48 മാർക്ക് വാങ്ങിയാൽ മതി. അതായത് ഒന്നുകിൽ +1-ന് ഈ ഒരു മാർക്ക് അതായത് 48 മാർക്ക് വാങ്ങിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് +1-ലെയും +2-ലെയും നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് എഴുത്ത് പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ കിട്ടുന്നുവോ അതനുസരിച്ച് നിങ്ങൾ കൂട്ടിയിട്ട് നോക്കുമ്പോൾ അത് 48 ഉണ്ടെങ്കിൽ മാത്രം പാസ്സാകും. CE മാർക്ക് ഈ ഒരു ജയിക്കുന്നതിനോ CE മാർക്കോ അല്ലെങ്കിൽ പ്രാക്ടിക്കലിൻ്റെ ഈ ഒരു PE മാർക്കോ ജയിക്കാനായിട്ട് കൂട്ടില്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു മാക്സിമം ഒരു 48 മാർക്കെങ്കിലും നേടാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളോട് ഇങ്ങനെ 36, 48 മാർക്ക് വാങ്ങിക്കാനായിട്ട് പറയുന്നത് പ്രത്യേകിച്ച് വേറൊന്നും കൊണ്ടല്ല. നിങ്ങൾക്ക് ഏതെങ്കിലും വർഷത്തിൽ മാർക്ക് കുറയുന്ന സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അത് ഫെയിൽഡ് ആവുന്ന ഒരു പ്രോബ്ലം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ വിദ്യാർത്ഥികൾ ഡബിൾ പാസ് മാർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ജയിക്കുന്നതിനായിട്ട് ഓരോ വർഷം നേരത്തെ പറഞ്ഞതുപോലെ 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ 18 മാർക്ക് അതായത് 18 മാർക്ക് അതുപോലെ തന്നെ അടുത്ത വർഷം 18 അതല്ലെങ്കിൽ ടോട്ടലായിട്ട് 36 മാർക്ക് അതുപോലെ തന്നെ 24 മാർക്ക് വെച്ച് ഓരോ വർഷം വാങ്ങിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ 48 മാർക്ക് 2 വർഷത്തെ എഴുത്ത് പരീക്ഷയിൽ അതായത് TE മാർക്ക്
അതുപോലെ തന്നെ ഇതിനോടൊപ്പം ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ കിട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇങ്ങനെയൊന്നും കിട്ടാൻ സാധ്യതയില്ലാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു പരീക്ഷകളിൽ 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 36, അതുപോലെ 80 മാർക്കിൻ്റെ പരീക്ഷയിൽ 48 മാർക്കും വാങ്ങിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് പെർസെൻറ്റേജ് കൂടുന്നത് ആയിരിക്കും. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും നന്നായിട്ട് പഠിച്ച് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് നാളത്തെ പരീക്ഷയിൽ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ മുൻപ് കഴിഞ്ഞ പരീക്ഷയിൽ മാർക്ക് കുറയുമോ എന്നുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ അടുത്ത പരീക്ഷകളിൽ നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.